കാലത്തിലുണ്ടല്ലോ ഈ യങ് ജനറേഷൻ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഇന്ന് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളിലൊക്കെ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ഫീൽ ദേ ആർ സോ ഇൻഡിപെൻഡന്റ് ആൻഡ് സ്റ്റേബിൾ എന്നുള്ളത്. അപ്പൊ അവര് കുറെ ഈഗോ കാണിക്കും. അപ്പൊ അവര് കുറേയും കൂടി എന്ത് ചെയ്യും, ഒരു സബ്മിസീവ് ലൈഫിനേക്കാൾ കൂടുതൽ ഒരു അരഗന്റ് ലൈഫിലേക്ക് പോകും. എന്ന് പെൺകുട്ടികളിൽ വളരെ കൂടുതലാണ്. അവരെന്ത് ചോദിച്ചാൽ, ഞങ്ങൾക്കും ഞങ്ങളുടെ കാലിൽ നിൽക്കാൻ പറ്റും, വി ആർ എഡ്യൂക്കേറ്റഡ്. അതുകൊണ്ടാണ് നമ്മളിലെ എഡ്യൂക്കേഷൻ കൂടുന്തോറും ഒരു അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് അതൊക്കെ വളരെ കുറഞ്ഞു വരുന്നത്. ഐ ഹാവ് മൈ മണി, ഐ ക്യാൻ ലീവ് മൈ ലൈഫ്, വൈ ഷുഡ് ഐ നോ ഒബേ ടു ഹിം. ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ, ആ ഒരു സെൽഫിഷ്നെസ്, ആ ഒരു സെൽഫ് സെന്റേർഡ്നെസ്, അതിൽ സെൽഫ്ലെസ്നെസ് അല്ല, അത് വെറും മോർ സെൽഫ് സെന്റേർഡ് ആയി ഈഗോ ബേസ്ഡ് ആണ്. അത് അരഗന്റ് ആയിരിക്കും, അഡമന്റ് ആയിരിക്കും, വെരി അരഗന്റ് ആയിരിക്കും. അതിനൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? സ്പിരിച്വൽ ലൈഫ് വേണം. സോ വെൻ വി ആർ ലീവിങ് എ ലൈഫ്, അഡ്ജസ്റ്റ്മെന്റ് വേണം, അല്ലേ? പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്സെപ്റ്റൻസും ഒക്കെ വേണം, സ്പേസ് വേണം. വേണ്ടയോ? ഞാൻ വീട്ടിലെത്തിയാൽ ഐ എം നോട്ട് എൻ എഡ്യൂക്കേറ്റഡ്, വീട്ടിലെത്തിയാൽ ഐ എം കൾച്ചേർഡ്. പുറത്തെത്തുമ്പോഴാണ് ഞാൻ എഡ്യൂക്കേറ്റഡ്. വീട്ടിനകത്ത് എഡ്യൂക്കേഷൻ ഈഗോ കാണിക്കരുത്. വീടിനകത്ത് ഫാമിലിയിൽ നമ്മളൊരു കൾച്ചറെ കാണിക്കാവൂ, അല്ലേ? ഇത് രണ്ടും വ്യത്യാസം വരും. വീട്ടിനകത്ത് അവർ എഡ്യൂക്കേറ്റഡ് ആവും, പുറത്ത് അവർ കൾച്ചേർഡ് ആവാൻ നോക്കും. മനസ്സിലായില്ലേ? ശരിക്കും എവിടെ കൾച്ചേർഡ് ആവേണ്ടത്? എവിടെ കൾച്ചേർഡ് ആവേണ്ടത്? വീട്ടിനകത്താണ്. മറ്റത് നിങ്ങൾക്ക് പ്രൊഫഷണലി, നിങ്ങൾക്ക് അതാണ് പ്രൊഫഷണലി നോക്കൂ. ഇന്നത് വലിയ ഈ അർത്ഥങ്ങൾ അറിഞ്ഞില്ലേ ഈ പ്രോബ്ലമാണ്. പുറത്ത് ഒരുപാട് പെൺകുട്ടികൾ അങ്ങോട്ട് സബ്മിസീവാവും, അവർ തലയിൽ കയറുകയല്ല, അവർ ഓവർ വർക്കും ഓവർലോഡും. അപ്പൊ അവരുടെ തലയിൽ കയറും. ചിലർ അവരെ അബ്യൂസ് ചെയ്യും, ചില സീനിയേഴ്സ് അവരെ അബ്യൂസ് ചെയ്യും. ഉണ്ടോ? കാരണം അവർ കൾച്ചർ കാണിക്കാൻ നോക്കും. അപ്പൊ അവിടേക്ക് അവർ സ്ട്രോങ് ആവണം. എന്നാൽ ഇതേ ടീം വീട്ടിൽ എത്തിയാൽ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആവും. ആ കൾച്ചറെ അവർക്ക് അവിടെ ഉണ്ടാവില്ല. യു നോ വാട്ട് ഈസ് മൈ ഡിഗ്രി എന്നുള്ളത്. ഹു വാണ്ട്സ് ടു നോ യുവർ ഡിഗ്രി, അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ഈ ഡിഗ്രിയൊക്കെ പുറത്തേക്കാണ്, അകത്ത് കൾച്ചറാണ്. ഇത് മറന്നുപോകും നമ്മുടെ കുട്ടികൾ. ഈ കാളിയൻ എന്ന് പറയുന്നത് ഐനസ്, മൈനസ്, ഈഗോനസ്, സെൽഫിഷ്നെസ്, ഇതൊക്കെ എവിടെയുണ്ട്? നമ്മളിലുണ്ട്. അതിന് പകരം നമുക്ക് എന്താ വേണ്ടത്? സെൽഫ് ഒബ്സർവേഷൻ, സെൽഫ് പ്യൂരിഫിക്കേഷൻ ആൻഡ് സെൽഫ് ലീഡിങ്. എന്ത് ചെയ്യണം? നമ്മളെ മുന്നോട്ട് നയിക്കണം. അതിന് സാധന വേണം, അതിന് സത്സംഗം വേണം. അപ്പൊ സാധനയും സത്സംഗവും ഇത് ലൈഫിൽ എപ്പോഴും വേണം. ഇതാണ് നമ്മുടെ മെഡിസിൻ. ഏതൊക്കെ? സാധനയും സത്സംഗം. ഈ രണ്ടും ഉണ്ടെങ്കിൽ ലൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് നയിക്കാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങളിതൊക്കെ പഠിക്കുന്ന നിങ്ങൾ വേണം വീട്ടിൽ മക്കൾക്കൊക്കെ തിരി പറഞ്ഞു കൊടുക്കാൻ. ഇതൊക്കെ വെറുതെ എഴുതിയിരുത്താ പോരാ, അവരുടെ ലൈഫിലൊക്കെ പറഞ്ഞു കൊടുക്കണം. ഐനസ്, മൈനസ്, ഹിസ് ഹോളിനസ്, ഐനസ്, മൈനസ്, സെൽഫിഷ്നെസ്, പിന്നെന്താണ്? ഈഗോനെസ്. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ കാളിയനാണ്. ഈ വിഷം അറ്റ്മോസ്ഫിയർ മുഴുവൻ, ഒരു ഫാമിലി സറൗണ്ടിങ് മുഴുവൻ നിങ്ങൾ സ്പോയിൽ ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം? സെൽഫ് ഒബ്സർവേഷൻ, സെൽഫ് പ്യൂരിഫിക്കേഷൻ, സെൽഫ് റിഫൈനിങ്, സെൽഫ് ലീഡിങ്. അതിനെന്ത് വേണം? രണ്ടുപേരും ഇരുന്ന് ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. മനസ്സിലായില്ലേ? ഇപ്പൊ രാവിലെ എണീറ്റ് പെൺകുട്ടികളാണ് ഭർത്താവിനെ പോലും എന്താക്കേണ്ടത്? ഒരു പ്രസന്ന മുഖം, അല്ലേ? ശരിയല്ലേ? ഇത്
രാവിലെ എണീറ്റ് നിങ്ങൾ പെൺകുട്ടികളോടൊക്കെ പറയണം, രാവിലെ എണീറ്റ് വന്ന് ഭർത്താവിനെ കാണുമ്പോൾ ഹരി എന്ന് പറയണം. എന്ത് പറയണം? എന്താ പറയാ? ഹറി എന്നല്ല, ഹരി. ഒരാളുടെ മുഖത്ത് നോക്കി ഹരി എന്നൊന്ന് പറഞ്ഞു നോക്കൂ, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചതേ ഇല്ല. അടുത്ത ആളുടെ മുഖത്ത് നോക്കിയൊന്ന് ഹരി എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് നാണം വരുന്നു പലർക്കും. ഹരി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരാൾ എന്താ പറഞ്ഞത്? കറിയല്ല ഹരി. ഹരി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രാവിലെ അവസ്ഥ? ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊരു ചായ കൊണ്ട് ഹരി കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല. എങ്ങനെ ഉണ്ടായിരിക്കാം? മുഖം എങ്ങനെ ഉണ്ടായിരിക്കാം? ഭാര്യയുടെ സ്നേഹം കൂടുകയില്ലയോ? അങ്ങനെയൊന്ന് ചെയ്താൽ ഭാര്യയുടെ സ്നേഹം കൂടുകയില്ലയോ? ഭർത്താവിന് എന്ത് പറ്റി? ഇവർക്ക് എന്തോ ഒരു കുഴപ്പം പറ്റി, ഇത്തിരി മെന്റലായോ? ഇന്നലെ ഇവർ കുഴപ്പമില്ല, സ്വാമിയുടെ സപ്താഹത്തിന് പോയതോടുകൂടി രാവിലെ എണീറ്റ് എന്നെ ഹരി. അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക വീട്ടിൽ പോയിട്ട്. എന്ത് ചെയ്യണം? നാളെ മുതൽ ഏറ്റുവോ? എന്തേറ്റു? അത് ഞാനേ പറഞ്ഞപ്പോ ഒരു ലേഡി എന്നോട്, ഒരു സ്ത്രീ, ഒരു അമ്മ ചോദിക്കുകയാണ്, എന്റെ ഭർത്താവിനോടോ? അയാൾക്ക് ഹരി എന്നല്ല, അയാൾക്ക് കീരി എന്ന് വിളിക്കണം അയാളെ. നല്ല ശരിയുള്ളൂ. അപ്പോ എന്തു വേണം? ഹരി. എന്ത് പറയണം? ഹരി. അത് ശീലിക്കണം നമ്മള്. ഹരി ഓം എന്ന് പറയണ്ട, വെറും ഹരി. ഹരി ഓം എന്ന് പറയാൻ വെച്ചാൽ ഓം എന്ന് പറയരുത്. ഹരി എന്ന് പറയുമ്പോ ആ സ്പ്രെഡ് ആവും, അല്ലേ? അപ്പോഴാണ് മറ്റൊരാളെ കാണുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം വരും. അല്ലെ, ഞാൻ തമാശയല്ല പറയുന്നത്, ഇതൊക്കെ ടിപ്സുകളല്ലേ? അല്ല, ഇതൊക്കെ ടിപ്സ്, നല്ല ടിപ്സ് അല്ലേ? ഞാൻ നിങ്ങൾ തമാശയൊക്കെ അല്ല, ഞാൻ സീരിയസ്ലി പറയാണ്. അല്ലെ, ശരിയല്ലത്? അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ, നമ്മൾ ചെറുപ്പത്തിൽ ഈ ജപ്പാനീസിന് കുറെ ഇങ്ങനെ കൾച്ചറുണ്ട്. അവരിങ്ങനെയുള്ള കുറെ കൾച്ചറുണ്ട്. അവര് വളരെ കസ്റ്റംസ് ഫോളോ ചെയ്യുന്നവരാ. ചായയൊക്കെ തരുമ്പം തലയൊക്കെ കുനിച്ചിട്ട് അവര് ഭയങ്കര ഒബീഡിയന്റ് ആണ് അവര്. ഏലേ കണ്ടല്ലോ, അവര് നമ്മുടെ അടുത്തുനിന്ന് ഇപ്പൊ പൈസയൊക്കെ മേടിക്കാൻ വേണ്ടി തലയൊക്കെ കുനിച്ച്. നമ്മൾ വിചാരിക്കും ഇവരെന്താണ്, മഹാബലിയുടെ കുടുംബത്തിൽപ്പെട്ടതാണോ എന്ന്. അത്രമാത്രമൊക്കെ ബെൻഡ് ചെയ്യാൻ മാത്രം അവരങ്ങനെയാണ് അവര്. അല്ല, അവരുടെ കൾച്ചർ അങ്ങനെയാണത്. അവർ വളരെ ഒബീഡിയന്റ് ആണ്. ഒബീഡിയന്റ് എന്നാണ് അവരുടെ കൾച്ചർ. ഇപ്പൊ രാവിലെ എന്ത് വേണം? നിങ്ങൾ തീരുമാനിച്ചു എന്ത്? ഹരി എന്നൊറ്റ വിളി. ഇനി ഉറക്കെ പറയണമെന്നില്ല, മനസ്സിൽ പറഞ്ഞ ഹരി. ഇത് കാണുമ്പോഴേ മറ്റൊരാൾക്ക് പകുതി അസുഖം മാറിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നോക്കൂ, ഇതൊക്കെ ഒരു പരിശീലനം. അപ്പൊ ഈ കാളിയനെ എവിടെ കണ്ടെത്തണം? കാളിയനെ പുറത്ത് അന്വേഷിക്കണ്ട, എവിടെയുണ്ട്? ആരാണ് കാളിയൻ? ഐനസ്, മൈനസ്, ഈഗോ, പിന്നെന്താണ്? സെൽഫിഷ്നെസ്, അരഗൻസ്. ഇതൊക്കെ ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള കാളിയനാണ്. ആ കാളിയൻ എന്ത് ചെയ്യണം? ഒബ്സർവേഷൻ, പിന്നെന്ത് ചെയ്യണം? സാധന ഇത് റിഫൈൻ ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം, മൈൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരാൾക്ക് പറ്റിയാൽ ഉള്ളിൽ പ്യൂരിഫിക്കേഷൻ നടക്കുമ്പോൾ മൈൻഡ് രമണകത്തിലേക്കെത്തും. രമണകം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ രമിപ്പിക്കുന്ന മൈൻഡ്, മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന മൈൻഡ്. ഈഗോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന മൈൻഡ്. രമണകമായാലോ? രമണകം.
രമണം. രമണം രമണം എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് ഹരി എന്നൊക്കെ പറയുമ്പോൾ എന്തായി? അതെങ്ങനെയുള്ള മൈൻഡായി? രമണകം മൈൻഡായി അല്ലേ? മറ്റൊരാളെ നമ്മള് സന്തോഷിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ മൈൻഡ് എവിടെ എത്തി? രമണകം. മറ്റൊരാളെ രാവിലെ തന്നെ ബോറടിപ്പിച്ചാൽ നിങ്ങളുടെ മൈൻഡ് എവിടെ എത്തി? കാളിന്തിയിലെത്തി. നിങ്ങളാ തീരുമാനിക്കണം, രമണകത്തിൽ താമസിക്കണോ കാളിന്തിയിൽ താമസിക്കണോന്ന്. അപ്പൊ അങ്ങനെ ഈ ഒരു കഥ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 22-ാം ചാപ്റ്ററിലേക്ക് കിടക്കണം. 22 അവിടെയാണ് ഗോപികമാര് ഒരു വ്രതം എടുക്കുന്നത്. ആ വ്രതത്തിന്റെ പേര് കാത്യായനി വ്രതം. 100ഓളം ഗോപികമാര്. എത്ര? അവരിൽ പലരും കല്യാണം കഴിച്ച് മക്കൾ പോലുള്ളവരാണ്. ചിലവരുടെ മക്കളുടെ കല്യാണം പോലും തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെല്ലാവർക്കും ഒരാഗ്രഹം കൃഷ്ണനെ കെട്ടണം. ആരെ? കൃഷ്ണനെ കല്യാണം കഴിക്കണം. കൃഷ്ണനാണെങ്കിൽ 14 വയസ്സ്. പക്ഷെ കൃഷ്ണൻ ശരീരം കൊണ്ട് അന്നത്തെ കാലത്തെ ആളുകളുടെ ശരീരത്തിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കാം. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു യുവാവൊക്കെയാണ്. അപ്പൊ അവർക്കൊരു മോഹം കൃഷ്ണനെ കല്യാണം കഴിക്കാൻ. നോക്കൂ, പഴയ കാലത്തെ പെമ്പിള്ളരും ആമ്പിള്ളരും ഇപ്പോഴത്തെ പെമ്പിള്ളരും ആമ്പിള്ളരും സൈസിൽ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? പഴയ കാലത്തുള്ളവരുടെ വലിപ്പമൊക്കെ നിങ്ങൾ നോക്കൂ. പഴയ കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ പിള്ളേര് വലിയ പിള്ളേരായിട്ടുണ്ടാവും. ഇപ്പൊ 10ാം ക്ലാസ്സിലെ പിള്ളേര് ചെറുതാണ് അല്ലേ? വളരെ വളരെ ചെറിയ കുട്ടികളാണ്. ആണോ അല്ലേ? അത് അന്നത്തെ നടത്തം. അന്ന് ഒരുപാട് നടക്കും. അന്ന് നടക്കും തോറും ആഹാരം കഴിക്കുന്നതിന്റെ അളവ് വളരെ കൂടുതലാണ്. പഴയ ആൾക്കാരൊക്കെ ഊണ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയിരിക്കും? ഇലയൊക്കെ വെച്ചു കഴിഞ്ഞാൽ അതിലൊരു ഹിമാലയൻ മൗണ്ടൻ ഒക്കെ ഇരിക്കും. സാമ്പാറിനൊക്കെ കുഴി കുത്തുന്നത് നമ്മൾ കിണർ കുഴിക്കുകയാണോ എന്ന്? ഒരു ബക്കറ്റൊക്കെ സാമ്പാർ ഒഴിക്കുക. അല്ല, അങ്ങനെ ഭക്ഷണം കഴിച്ച ആൾക്കാരുണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? പഴയ തമാശ ഇത് പറയും. ഈ പഴയ ചിരട്ടയുടെ കയ്യിലില്ലേ പഴയ കാലത്ത്, അതിലൊക്കെ ആയിരുന്നു പായസം ഒക്കെ വിളമ്പ് അല്ലേ? അപ്പൊ പറയാ, ഞാൻ നിർത്തുമെന്ന് പറയുമ്പോഴേ നിർത്താവൂന്ന്. ഇതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ ഒരു 10 കയ്യിൽ വിളമ്പിയാൽ നിർത്തുക. എന്നിട്ട് 2 കൈ ഇങ്ങനെയല്ലേ കുടിക്കുക, ഇവിടുന്നാ വലിക്കുക ആൾക്കാർ. എന്നിട്ട് പറയാ, എവിടെ പോയി പായസം കൊണ്ട് വരാൻ പറയൂ. ഇങ്ങനെ 1ഉം 2ഉം പായസമൊക്കെ എന്താ നോക്കൂ നിങ്ങള്. അവരുടെ വയറ് കണ്ടാൽ തന്നെ ചെറിയൊരു പർവ്വതം പോലെ ഇരിക്കും. ഒരു ആളങ്ങനെ സദ്യക്ക് പോയി, ഇത്രയും വയറുള്ള ഒരാള്, അയാൾ നിലത്തിരുന്നിട്ടാ ഭക്ഷണം കഴിക്കണത്. അപ്പൊ ഈ അവിയല്, ഓലൻ ഇതൊക്കെ സെക്കൻഡ് ടേമിൽ ചോദിക്കുകയാണ്, അവിയൽ വേണം അവിയൽ വേണം. അപ്പൊ ഇയാള് പറയണ, ഉണ്ടെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണമെന്ന്. അയാൾ പറഞ്ഞു, ഒരു ബക്കറ്റ് നിറയുണ്ട്. അതല്ല, എന്റെ ഇലയിലുണ്ടോ എന്ന്. ഇതൊക്കെ കാണുന്നില്ലേ? ഇയാളുടെ വയറുകൊണ്ട് ഇലയിൽ എന്താ വിളമ്പിയത് എന്നുള്ളത്. നിന്റെ ബക്കറ്റിലെ കാര്യമല്ല ചോദിക്കണത്, എന്റെ ഇലയില് ഉണ്ടെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണമെന്ന്. അതാണ് അന്നത്തെ ആൾക്കാരുടെ കഴിക്കുന്നൊരു ശക്തി. നോക്കൂ നിങ്ങൾ. ഇന്നിപ്പോ അതൊക്കെ കണ്ടാൽ നിങ്ങളെ ഐസിയുലിടേണ്ടി വരും. ഇന്നിപ്പോ ഇത്തിരി ചോറ്, അതിലിത്തിരി സാമ്പാർ അല്ലേ? ഓരോ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊക്കെ വേസ്റ്റാക്കി കളയല്ലേ അധികം? ആണോ അല്ലയോ? കാരണം ആർക്കും, കുട്ടികൾക്കാണെങ്കിൽ ചോറൊന്നും വേണ്ട, അവർക്ക് ആ നൂഡിൽസ് മതി അല്ലേ? ആ കോലുകൊണ്ടെടുത്തിട്ട് ഇതിങ്ങനെ ആടും ചെയ്യും. ഇത് കൃമിയാണോ ഞാഞ്ഞോളാണോ ഒരു പിടിയില്ല. ഈ സാധനം അവർക്ക് വേണ്ടു. ആലോചിച്ച് നോക്കൂ, ആ ലോകത്തിലാണ് അവര് ജീവിക്കുന്നത് അല്ലേ? മാറിപ്പോയി, ലൈഫ് മാറിപ്പോയി. അവർക്കിപ്പോ അവിയലും മോലനും ഒക്കെ ആർക്കും വേണോ വേണ്ടയോ? ഒരാൾക്കും താല്പര്യമില്ല. പോട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നവരെ ഈ ലേഡീസ് എല്ലാം കൂടെ ഒരു വ്രതം, എന്താണ്? കൃഷ്ണനെ ഭർത്താവായി കിട്ടണം.
ഒരു കൃഷ്ണനും ഒരു 100 പെണ്ണുങ്ങളും. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരാളെ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ അവരെടുത്തൊരു വ്രതമായിരുന്നു ഏത്? കാത്യായനി വ്രതം. എല്ലാവരും കൂടെ പുലർച്ചയ്ക്ക് കാളിന്തിയിൽ വന്നിറങ്ങി വസ്ത്രം കഴിച്ചു വെച്ച് എല്ലാവരും വെള്ളം ഒക്കെ കയ്യിലെടുത്തിട്ട് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുധം ദേവി പതിമേ കുരുതേ. അത് പറയുമ്പോഴേക്കും കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കുന്നു. അപ്പോഴേക്കും അവർക്ക് സന്തോഷം. കാത്യായനി ദേവി പ്രാർത്ഥന കേട്ടു എന്ന്. അവരാ സന്തോഷിക്കുന്നതിനിടയിൽ ഒരു ഗോപിക അവള് പറഞ്ഞു, കൃഷ്ണൻ അവിടെ ആ മരത്തിന്റെ മുകളില്, അത് നിങ്ങൾ കണ്ടില്ലേ, തൊട്ടടുത്തുകയും നോക്കാൻ, തൊട്ടടുത്ത കൊമ്പിലേക്ക് നോക്കാൻ നോക്കുമ്പോ എന്താ ഇവരുടെ തുണി മുഴുവൻ അവിടെയാണ്. പിന്നെ അവർക്ക് മനസ്സിലായത് അഴിച്ചിട്ടുള്ള തുണി മുഴുവൻ കൃഷ്ണൻ മരത്തിന്റെ മുകളിൽ കൊണ്ടിട്ടുണ്ട്. ഇനി അവർക്ക് പതിയും കുരും വേണ്ട, തുണിയും കുരും എന്നുള്ള. എന്താണ്? കൃഷ്ണനെ പതിയായിട്ട് കിട്ടിയില്ലെങ്കിലും അത് പതിയെ കിട്ടിയാലും മതി. പെട്ടെന്ന് ഇപ്പൊ എന്താ കിട്ടേണ്ടത്? ഉടുക്കാനുള്ള വസ്ത്രം കിട്ടണം. അപ്പൊ അവര് ഗോപികമാര് പറഞ്ഞു, കൃഷ്ണ ദാസികളല്ലേ, പ്രിയകളല്ലേ, സഖികളല്ലേ, തോഴികളല്ലേ, കൃഷ്ണ തുണിം കുരും വാസം കുരുന്ന്. ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ എനിക്കെന്തിനാ നിങ്ങളുടെ വസ്ത്രം? ഓരോരുത്തരായി കയറി വരൂ. അവര് പറഞ്ഞു, ഈ നാണക്കേട്, ഈ ഒരു തുണിയിലത് കയറി വരേ. ഭഗവാൻ പറഞ്ഞു, കയറി വന്നാല് തുണി തരുള്ളൂ. അവർക്കാകെ നാണക്കേട്. അവര് പറഞ്ഞു, ഒരു ഗോപിക പറഞ്ഞു, ഞാൻ നന്ദഗോപരോട് പറയുന്ന. ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ പോണം. അവളുണ്ടോ? പോണു. നാണക്കേട്. അവള് പോയില്ല. അങ്ങനെ അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു വെച്ചാൽ നാണൊക്കെ മറച്ച്, കൈകളൊക്കെ കൊണ്ട് നാണൊക്കെ മറച്ച് പതുക്കെ പതുക്കെ കയറി ആ പാവം തണുപ്പുള്ള വെള്ളത്തിൽ തുണിയില്ല. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഇങ്ങനെ കുളിച്ചത് ശരിയല്ല, നിങ്ങൾക്ക് തുണി തരണമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. എന്ത് വേണം? പ്രായശ്ചിത്തം. അതായത് നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്കൊരു ശിക്ഷ നിങ്ങൾ ഏറ്റെടുക്കണം. എന്താ ശിക്ഷ? 2 കൈ മൂർധാവിൽ വയ്ക്കുക. ആകെ നാണം മറയ്ക്കാൻ ഒരു കൈയേ ഉള്ളൂ. ഇനി ആ കൈ എടുത്തിട്ട് എന്ത് ചെയ്യണം? മൂർധാവിൽ വെച്ചാൽ ഇന്ന് അതിന്റെ പേരാണ് പോക്സോ കേസ് എന്നുള്ളത്. കൃഷ്ണൻ എവിടെയായിരിക്കും അഡ്മിറ്റ്? ബെയിൽ പോലും കിട്ടില്ലേ കൃഷ്ണന്. കൃഷ്ണൻ എവിടെ ഉണ്ടാവും? വന്ന സ്ഥലത്തുണ്ടാവും. കൃഷ്ണൻ എവിടെയാ വന്നത്? ജയിലിലാണ്. കൃഷ്ണൻ ജയിലിലാക്കും. എന്നാ ആ ഗോപികമാരുണ്ടല്ലോ, അയ്യോ പാവങ്ങൾ, എല്ലാം തുണിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കണു. എല്ലാവരും കൈയും പൊക്കി അങ്ങനെ നിൽക്കുകയാണ്. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? നിങ്ങൾക്കൊരു അഭിപ്രായമില്ലേ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഇന്നിപ്പോ പറയുന്നതാ അറിയോ? ഇന്നിപ്പോ ആ ഗോപികമാരെ വിളിക്കുന്ന അതിജീവിതകൾ എന്നാണ്. അവർക്ക് പുതിയ പേര് കൊടുത്തിരിക്കുന്നത്. വിക്ടിംസിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? അതിജീവിതകൾ. അപ്പൊ കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? വസ്ത്രമില്ലാതെ കുളിച്ചത് അപരാധാണോ? അങ്ങനെയാണെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ എങ്ങനെയാ കുളിക്കുക? അല്ലേ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഒരു സോഷ്യലി അല്ല, ആണോ? കാരണം സ്ത്രീകൾ അങ്ങനെ തുണിയില്ലാതെ കൃഷ്ണൻ അങ്ങനെ നോക്കുന്നത് ശരിയാണോ? ശരിയല്ല. പിന്നെ എന്തിനാ കൃഷ്ണൻ ചെയ്തത്? കേട്ടില്ല? പുണ്യനദി ഏതോണോ? ബാക്കിയൊന്നും പുണ്യല്ല. മെടുക്കൻ നോക്കൂ, അവന് ഉത്തരം പറയാനാട്ടില്ലേ? ഒന്നുകൂടി പറയൂ. പുണ്യമില്ല, അല്ല പുണ്യമുള്ള നദിയില്ല. അതൊരു ലെവലാണ്. വെരി ഗുഡ്. ഹി ഈസ് വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് ഹി ട്രൈഡ്. നോ, ഹി ഈസ് വെരി ഇന്റലിജന്റ്.
പക്ഷെ that is not the full reason. That is the one reason. There are some other reason too. പിന്നെ എന്താണ്? This is a social reason. There must be a spiritual reason. ഒരു സ്പിരിച്വൽ റീസൺ ഉണ്ടാവും. അതെന്തായിരിക്കും? അതിന് 26 ശ്ലോകം നോക്കുക. 22nd chapter 26 ശ്ലോകം, 26th ശ്ലോകം. മയ്യാവേശിതധിയാം കാമകാമായ കൽപ്പതേ വർച്ചിത്വാ കുതിദാധാന പ്രായോ ബീജായ നേഷ്യതി. വാട്ട് ഇറ്റ് മീൻ? എന്താ പറയണത്? എന്താ അർത്ഥം? കാമകാമായ അവിടെ ഭർച്ചിത്വാ കുതിദാധാന. ധാന്യം ഭർച്ചിതം. ധാന്യം ഭർച്ചിതം എന്ന് പറഞ്ഞാൽ വറക്കുക. ഭർജിതം എന്ന് പറഞ്ഞാൽ വറക്കുക. ധാന്യത്തെ വറുത്തു കഴിഞ്ഞാൽ ബീജം ന ഈശ്വതേ. ബീജം ന. ബീജം എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക. ന ഉണ്ടാവില്ല. അത് ധാന്യം വറുത്തു കഴിഞ്ഞാൽ പിന്നൊരിക്കലും മുളയ്ക്കും. എവരി വൺ നോ. ഒരിക്കൽ നമ്മൾ പറയും വറുത്ത വിത്ത് മുളയ്ക്കില്ല. അതും ഇതായിട്ട് എന്താ ബന്ധം? മയി ആവേശിതതിയാം. ഈ മനസ്സിനെ എങ്ങനെ വറക്കുക? മൈ ആവേശിത ദിയാം. ദീ എന്ന് പറഞ്ഞാൽ മനസ്സ്. ദിയെ മൈ ആവേശിതം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നിൽ ആവേശിച്ചാൽ. ആവേശിക്കുക, പ്രവേശിക്കുക. പ്രവേശിക്കുക പറഞ്ഞാൽ നിവേശിക്കുക. നിവേശിക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. അപ്പൊ മനസ്സ് എന്നിൽ സമർപ്പിച്ചാൽ കാമം എന്ന കൽപ്പതേ. കാമം എന്ന് പറഞ്ഞാൽ ജന്മം എന്ന കൽപ്പതേ. ഇനി എന്തുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ആ വിത്ത് മുളക്കില്ല. ദാറ്റ് മീൻസ് ആ മൈൻഡ് എവിടെ എത്തി? ഭഗവാനിലെത്തി. അപ്പൊ ഗോപികമാരോട് കൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ എന്നെ ഭർത്താവായി കിട്ടാൻ പ്രാർത്ഥിക്കേണ്ടവരല്ല, എന്നെ പ്രാപിക്കേണ്ടവരാണ്. എന്ന് വെച്ചാൽ സാധന ചെയ്ത് എന്നിൽ എത്തിച്ചേരേണ്ടവരാണ്. കാരണം ഇൻ എസൻസ് ഞാനും നിങ്ങളും ഒന്നാണ്. നോക്കൂ, നിങ്ങൾ ആ സ്ത്രീകളോട് പോലും കൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ എന്റെ മുന്നിൽ പ്രാർത്ഥിക്കരുത്, എന്നിൽ എത്തിച്ചേരുക. ഭാഗവതം 60-ാം അധ്യായത്തിൽ 53, 60-ൽ 53. ഇതെല്ലാം ഓർത്തു വെക്കണം. ഈ ശ്ലോകമൊക്കെ പഠിച്ചു വെക്കണം. 60-ൽ 53. മാം പ്രാപ്യ മാനിനി അപവർഗസമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യ നിരയേപിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസ്സു സംഘം. മാം പ്രാപ്യ. മാം പ്രാപ്യ കഴിഞ്ഞാൽ ഒരു കോമയിടുക, ഒരു ഐഫൺ ഇടുക, അല്ലെങ്കിൽ ഒരു കോമയിട്ടേക്കുക. അപ്പൊ എന്തായി? മാം പ്രാപ്യ പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ലൈഫ്. മാം പ്രാപ്യ എന്താ അർത്ഥം? എന്നെ പ്രാപിക്കലാണ് ജീവിത ലക്ഷ്യം. എന്നെ പ്രാപിക്കലാണ്, അല്ലാതെ ഏതല്ല. അതിനു പകരം വാഞ്ചതി. വാഞ്ചതി പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, എന്നോട് പ്രാർത്ഥിക്കുക. വാഞ്ച, അഭിവാഞ്ച, ചോദിക്കുക, എന്നോട് പ്രാർത്ഥിക്കുക. എന്താണ്? സത്പതിം. സമ്പദ സത്പതിം. സമ്പത്ത് വേണം. സത്പതി പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലല്ല, കുടുംബമൊക്കെ വേണം എന്ന ആരാണോ പ്രാർത്ഥിക്കുന്നത്, തേ മന്ദഭാഗ്യ. അവരാരാണ്? ഭാഗ്യമില്ലാത്തവരാണ്. അപ്പൊ ഒരു അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? കൺഫ്യൂഷനായി. എന്തിനാണ് ഒരു അമ്പലത്തിൽ പോകുന്നത്? ഒരമ്പലത്തിൽ പോകുമ്പം എന്ത് ബോധം ഉണ്ടാവണം? ഒക്കെ പോയി ഉച്ചയ്ക്കത്തെ സാമ്പാറും
ഒരമ്പലത്തിൽ പോകുമ്പം എന്തോർമ്മ വേണം? പൂർണ്ണതയും സാധന. പൂർണ്ണത, സാധന. പൂർണ്ണത എങ്ങനെ നേടാം? സാധന. ഏത് സാധന? അതാണ് സാലോക്യ, സാരൂപ്യ. ഇത് പലപ്പോഴും നമുക്ക് ക്ലിയർ അല്ല. കാരണം ഈ വാക്കുകളുടെ അർത്ഥം അറിയണം. സാലോക്യം എന്ന് പറഞ്ഞാൽ ലുക്ക്, ഇംഗ്ലീഷ് വാക്ക് തന്നെ എടുക്കാം. ലുക്ക് എന്ന് പറഞ്ഞാൽ കാണണം. ഫസ്റ്റ് യു സീ. കാരണം മൈൻഡിനെ ആദ്യം ഒരു രൂപത്തിൽ ഫിക്സ് ചെയ്യണം. കാരണം മൈൻഡ് എന്താണ്? വളരെ ചഞ്ചലമാണ്, റെസ്റ്റ്ലെസ് ആണ്, ഫ്ലിക്കറിംഗ് ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആദ്യം അതിനെ ഫിക്സ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ മൈൻഡിനെ ഫിക്സ് ചെയ്യണം. അപ്പം കണ്ണുകൊണ്ട് തന്നെ കേശാദിപാദം കാണണം. നമ്മൾ വെറുതെ ഒരു വിഗ്രഹം കണ്ടാൽ പോരാ. എവിടുന്ന് തുടങ്ങണം? മുകളിൽ നിന്ന് കണ്ട് താഴെ പാദത്തിൽ മൈൻഡിനെ ഉറപ്പിച്ച് ഇനി എന്ത് ചെയ്യണം? നാമം ജപിക്കണം. അതാണ് സാരൂപ്യം എന്നുള്ളത്. എന്താണ് സാരൂപ്യം? അപ്പൊ മനസ്സിപ്പോ എവിടെയുള്ളത്? എവിടെയുള്ളത്? കൂടെ വന്നില്ല. മുകളിൽ നിന്ന് കണ്ട് എവിടെ എത്തി? പാദത്തിൽ. നാമവും പാദവും. ഇതാണ് അത് സാരൂപ്യം. ഇനി അതെന്ത് ചെയ്യണം? ആ രൂപവും പാദവും നാമവും പാദവും എവിടെ കാണും? സാമീപ്യം. എവിടെ കാണും എന്ന് വെച്ചാൽ ഉള്ളിൽ കാണും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് കുറച്ചു നേരം എല്ലാം മറന്ന് മുഴുകണം. അതിന്റെ പേര് സായുജ്യം. ഇത് പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഏത്? ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ കണ്ണുകൊണ്ട് തൊഴുതാൽ ക്ഷേത്രത്തിൽ പോയ ഗുണം കിട്ടില്ല. കേശാദി പാദം. ആ മനസ്സ് പുറത്ത് കാണണം, പിന്നെ അകത്ത് കാണണം. അങ്ങനെ പരിശീലിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്താൽ അവസാനം ആരിലെത്തും? ഭഗവാനിലെത്തും. അപ്പൊ പിന്നെ അവർക്ക് പുനർജന്മം ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ആരിലേക്കെത്താം? ആരിലേക്കെത്താം? അപ്പൊ പ്രാർത്ഥിക്കണോ പ്രാപിക്കണോ? ഭഗവാൻ നോക്കൂ, 5000 വർഷം ഇതാരെങ്കിലും നമ്മൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? നമ്മള് പ്രോപ്പർലി ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അല്ലേ? ഒന്നും ആരും പറയുന്നില്ല, ആരും പഠിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ വെറുതെ കഥ പറഞ്ഞു പോവുകയാണ്. ഈ ശ്ലോകം തന്നെ ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. എല്ലാം ഗോപികമാരുടെ വസ്ത്രവും മാറ്റി അവസാനം അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ നേക്കഡായിട്ട് കുളിക്കരുത്, കാരണം ഇത് പുണ്യനദിയാണ്, അതുകൊണ്ട് വേഗം തുണി എടുത്ത് പോയിക്കോളൂ എന്ന്. എവിടെ കിടക്കണു ആ കഥ? എവിടെ കിടക്കണു ഇത്? അപ്പൊ എന്തിനാ കൃഷ്ണൻ തുണി എടുത്ത് മാറ്റിയത്? ആ ഡ്രസ്സെന്ന് പറയുന്നത് അവരുടെ ദേഹബോധമാണ്. ഗീത 2:22. ഗീത 2:22. ഏതാണ്? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസം ജീർണാനി. ജീർണാനി വാസാനി. ജീർണവസ്ത്രം അതെന്ത് ചെയ്യണു? വിഹായ ഡ്രോപ്പ് ചെയ്ത് നവാനി വാസം ഗൃഹ്ണാതി പുതിയ ദേഹം ധരിക്കും. ഇതുപോലെ തഥാ സിമിലർലി ജീർണാനി ദേഹം വിഹായ ജീർണാനി ദേഹം വിഹായ ദേഹി നവാനി ശരീരം ഗൃഹ്ണാതി എന്ന് പറഞ്ഞാൽ ദേഹി എന്ത് ചെയ്യുന്നു?
പഴയ ബോഡി മാറ്റി പുതിയ ബോഡി. അപ്പൊ കൃഷ്ണൻ ഈ ഡ്രസ്സ് മാറ്റി വെക്കുന്ന എന്തിനാണ്? ഗോപികമാരെ, ഇനി നിങ്ങൾക്ക് വസ്ത്രത്തിന്റെ ആവശ്യമില്ല. നോ മോർ ബർത്ത്. ഇനി നിങ്ങൾക്കൊരു ബർത്തിന്റെ ആവശ്യമില്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തിനാ ഡ്രസ്സ് മാറ്റിയത്? അഷ്വറിംഗ് ദാറ്റ് യു, എന്താണ് ഭഗവാൻ എന്താ അഷ്വർ ചെയ്യുന്നത്? യു ഡോണ്ട് നീഡ് എനി മോർ ബർത്ത്. നോക്കൂ എന്തൊരു പവർഫുൾ ആണെന്നുള്ളത്. അല്ലാതെ പുണ്യനദി ഒന്നായതുകൊണ്ടല്ല. യു ഡോണ്ട് നീഡ് എനി മോർ ബർത്ത്. ഓ, അത് അത്ര ഒരു കാരുണ്യാണത്. ഇനി നിങ്ങൾക്കൊരു ബർത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഭക്തി കൊണ്ട് നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരും. അത്ര ഒരു അഷുറൻസ് ആണ് ഭഗവാൻ, അല്ലേ? ഗീതയില് 18:55, 18 ചാപ്റ്ററിൽ 55. 55 ആണോ? മന്മനാമത്മദ്ഭക്ത ഭക്തിയാമാം അഭിജാനാതി. പതിനെട്ടില് നോ സോറി 18 64 മന്മനാഭവമദ്ഭക്ത 65. 55 അല്ല 65. ഓക്കെ. മന്മനാഭവമദ്ഭക്ത മദ്യാചീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി. മന്മന, മന, മൻ. ആ മനസ്സ് എവിടെ ഇരിക്കണം? മൻ മന മൻ എന്ന് പറഞ്ഞാൽ എന്നിൽ. മനസ്സ് എവിടെ ഇരിക്കണം? ഭഗവാനിലിരിക്കണം. അപ്പം മദ്ഭക്ത ആരായി? അപ്പൊ നമ്മള് മനസ്സ് ഒരു അനുഷ്ഠാനത്തിൽ ഉറപ്പിച്ചാലേ ആരാവുള്ളൂ? ഭക്തനാവുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ല. ഭക്തി ഈസ് നോട്ട് എൻ ആക്ഷൻ. ഭക്തി ഈസ് എ കണ്ടിന്യൂസ് മെമ്മറിയാണത്. കണ്ടിന്യൂസ് മെമ്മറിയാണ്. ആരെക്കുറിച്ച്? അല്ലെങ്കിൽ കണ്ടിന്യൂസ് റിമംബറൻസ് ആണ്. എവിടെ റിമംബർ ചെയ്യണം? ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഭക്തി ഈസ് നോട്ട് എ ഫിസിക്കൽ ആക്ഷൻ. ഭക്തി ഈസ് എ മെന്റൽ ആക്ഷനാണ്. ഇറ്റ്സ് എ മെന്റൽ ആക്ഷനാണ്, മൈൻഡിന്റെ ആക്ഷനാണ്. അപ്പൊ ഒരു അമ്പലത്തിൽ പോയാൽ നമ്മൾ ചന്ദനക്കുറി തൊട്ടു, അത് ഇത് 10 പക്ഷെ മൈൻഡ് അവിടെ നിന്നിട്ടില്ലെങ്കിൽ എന്തില്ല? ഭക്തിയില്ല. അല്ലേ? ശരിയല്ലേ? അപ്പൊ മൈൻഡിന്റെ ആക്ഷനാണ്, അല്ലെങ്കിൽ മൈൻഡിന്റെ മെമ്മറിയാണ്, മൈൻഡിന്റെ റിമംബറൻസ് ആണ് ഏത് ഭക്തി. അപ്പൊ അങ്ങനെയുള്ളൊരു ഭക്തിയുള്ള ഒരാള് ഭഗവാൻ പറയുന്നു, മന്മനാഭവ മദ്ഭക്ത മദിയാജീമം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിതി. ഞാൻ ഉറപ്പു പറയാണ്, ഞാൻ സത്യം പ്രതിജ്ഞ ചെയ്യാണ്. പ്രതിജാനെ, എന്നിൽ മനസ്സർപ്പിച്ചവർ എന്നിൽ തന്നെ എത്തിച്ചേരും. മാം ഏവ ഏഷസി. മന്മന ഉണ്ടോ? മാമേഷസി ഉണ്ട്. മനസ്സെന്നിൽ അർപ്പിച്ചിട്ടുണ്ടോ, ഉറപ്പിച്ചിട്ടുണ്ടോ? മാം ഏഷസി. ഏഷസി മീൻസ് that mind will attain me. That mind will reach at me. That mind will dissolve in me. ആ മൈൻഡ് എന്നിൽ എത്തിച്ചേരും. അപ്പൊ എവിടെയാണ് നമുക്ക് ഭക്തി വേണ്ടത്? അത്ര ഒരു ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവണം. ഞാനൊരു 10 മിനിറ്റെങ്കിലും ജപിച്ചാൽ ആരിലേക്ക് എത്തും? ഭഗവാൻ. സത്യം തേ പ്രതിജാനേ പ്രിയോസി. കാരണം എന്റെ ഭക്തരെ എനിക്ക് അത്രയും പ്രിയമാണ് എന്നാണ്. ഭക്തരെ എനിക്ക് അത്രയും പ്രിയമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണോ അതോ മനസ്സർപ്പിക്കണോ?
മനസ്സർപ്പിക്കണമെങ്കിൽ മനസ്സ് ഉറപ്പിക്കണം. ആരായിട്ട് ഉറപ്പിക്കണം? ഓൺലൈനിലല്ല. എവിടെയാണ് മനസ്സ് ഉറപ്പിക്കേണ്ടത്? നാമത്തിൽ ഉറപ്പിക്കണം, പാദത്തിൽ ഉറപ്പിക്കണം. അപ്പൊ ഏത് വേണം? ആ 4 കാര്യങ്ങൾ ഓർക്കണം. ഏതൊക്കെ? സാലോക്യ, സാരൂപ്യ, സാമീപ്യ, അല്ലേ? ക്ലിയർ ആണോ പറയുന്നത്? മനസ്സിലായില്ലേ? ഇതൊക്കെ പഠിക്കണം, ഇത് പരിശീലിക്കണം. അപ്പൊ അങ്ങനെ ജീവിതത്തെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ മനസ്സ് ക്രമേണ 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 ഭഗവാനോട് അടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇനിയൊരു ബർത്ത് ആവശ്യമില്ല. അപ്പൊ എന്തിനാ ഭഗവാൻ വസ്ത്രം കൊണ്ട് മുകളിൽ വെച്ചത്? അഷ്വറിംഗ് ദാറ്റ് യു ഡോണ്ട് നീഡ് എനി മോർ ബർത്ത്. ഇനി നിങ്ങൾക്കൊരു ബർത്തില്ല. അത് ഗോപികമാർക്ക് ഉറപ്പ് കൊടുക്കുന്ന ആ ഒരു പ്രോമിസ് ചെയ്യുന്ന അനുഭവമാണ് കൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം. യു ഡോണ്ട് നീഡ് എനി മോർ ബർത്ത് ബിക്കോസ് യു ആർ മൈ സിൻസിയർ ഡിവോട്ടീസ്. എന്തൊരു ഗംഭീര കഥയാണ് നോക്കൂ. മനസ്സിലായില്ലേ? ഇതാണ് കഥ. അതിന് വെള്ളമായിട്ടൊന്നും ബന്ധമില്ല. അപ്പൊ ഇങ്ങനെയൊരു കഥ. അത് കഴിഞ്ഞ് പിന്നീട് അടുത്തൊരു ഭാഗമാണ് രാസലീല, ഗോപികമാരും കൃഷ്ണനുമായിട്ടുള്ള നൃത്തത്തിന്റെ കഥ. അപ്പൊ കൃഷ്ണനെ ഗോപികമാരത്രമാത്രം അങ്ങോട്ട് അവരുടെ ജീവിതമായിരുന്നു കൃഷ്ണൻ. നോക്കൂ, നിങ്ങൾ 100 പ്രാരബ്ധങ്ങളുണ്ടെങ്കിലും അവരുടെ ലൈഫ് അത്രമാത്രം ആരിൽ സറൗണ്ടഡായി? കൃഷ്ണനില്. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, കൃഷിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷെ അതൊന്നും അവരെ സംബന്ധിച്ച് അവരുടെ ഭക്തിക്കൊരു തടസ്സമുണ്ടാക്കിയില്ല. അവരത്രയും സിൻസിയറായിരുന്നു. അപ്പൊ നമുക്കൊക്കെ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മള് ഭക്തിയുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഫാമിലിക്ക് കൂടുതൽ ഒരു ഓവർ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് ബാലൻസ്ഡ് അല്ല നമ്മുടെ ഭക്തി. നമ്മൾ അത്ര സിൻസിയർ അല്ല കാര്യത്തിൽ. എന്നാൽ ഫാമിലി കാര്യത്തിൽ നമ്മൾ സിൻസിയറാണ്. പൂജാമുറിയിൽ ഇരുന്നിട്ട് നമ്മൾ ഫാമിലി കാര്യം ചിന്തിച്ചു കളയും. ആണോ? അപ്പൊ നമുക്ക് എങ്ങനെയുള്ളൊരു ഭക്തി വേണം? അത് ശീലിക്കണം നമ്മൾ. ഗീതയിലെ 16-ാം അധ്യായത്തില് 19-ാം ശ്ലോകം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണത്. ഗീത 16-ൽ എന്താണ് ശ്ലോകം? വേണ്ട, 21. 16-ൽ 17. 16-ൽ 17. ഓ, സോറി. വേണ്ട. ആ ശ്ലോകം വിട്ടോളൂ. 6-ൽ 17. 6ലേക്ക് പോവാം. 6th ചാപ്റ്റർ 6th 17 എടുക്കാം. ആ ശ്ലോകം എടുക്കാം, മറ്റേത് വേണ്ട. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോപവതി ദുഃഖ. ഇതൊരു പെർഫെക്റ്റ് ട്രെയിനിങ് ആണ് മൈൻഡിന്. ഇതൊരു ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രെയിനിങ് ആക്കണം. എന്താണ്? യുക്ത ആഹാര, യുക്ത വികാര, യുക്ത ചേഷ്ട, യുക്ത കർമ്മ, യുക്ത സ്വപ്ന, യുക്ത അവബോധ. എത്ര കാര്യങ്ങള്? 6 കാര്യങ്ങള്. യുക്ത ആഹാര, യുക്ത വിഹാര, യുക്ത ചേഷ്ട, യുക്ത കർമ്മ, യുക്ത സ്വപ്ന, യുക്ത അവബോധ. 6 കാര്യം. ഏതൊക്കെയാണ്? യുക്ത ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയണം നമുക്ക് എത്ര കഴിക്കണം, ഏത് കഴിക്കണം എന്നുള്ളത്. ഹു ഹാസ് ടു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ അണ്ടർസ്റ്റാൻഡ്. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മൾ കഴിക്കണം. നമ്മുടെ ബോഡിക്ക് പറ്റുന്നതേ നമ്മൾ കഴിക്കണം. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, കുട്ടികളുടെ നിർബന്ധത്തിൽ ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വയറുകൾ വരുത്തുന്നവർ. കുട്ടികളെല്ലാവരും കൂടെ പറഞ്ഞു ഹോട്ടലിൽ പോയി അത് കഴിച്ചു, കുഴപ്പമായി. ആര് പറഞ്ഞു നിങ്ങളോട് കഴിക്കണമെന്ന്? അപ്പൊ നമുക്ക് നമ്മളെക്കുറിച്ചൊരു എന്തുണ്ടാവണം?
എന്തുണ്ടാവണം? ബോധം ഉണ്ടാവണം. ഈ ബോധം ഇല്ലാതെ കഴിച്ചിട്ട് പിന്നെ വയർ അപ്സെറ്റായിട്ട് കാര്യമില്ല, അല്ലേ? അപ്പൊ അവനവന്റെ സിസ്റ്റത്തെക്കുറിച്ച് അവനവൻ അറിയണം. ഇപ്പൊ ഓരോരുത്തർക്കും പ്രായമാകുമ്പോൾ പല വിധത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ആ ഹെൽത്ത് ഇഷ്യൂസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫുഡൊന്നും കഴിക്കരുത്. നിങ്ങൾക്ക് അറിയണം. അവിടെ പോയിട്ട് ഇല്ലില്ല അവരൊക്കെ കൂടെ നിർബന്ധിച്ചപ്പോ ഞാനത് കഴിച്ചു. ആരും നിർബന്ധിക്കലില്ലേ, നിങ്ങൾ കൊതി കാണിക്കുകയാണ്. എന്നാലും ഇടിച്ചു പിഴിഞ്ഞ പായസം കണ്ടപ്പോ എനിക്ക് കൺട്രോള് പോയി. ആരിടിക്കാൻ പറഞ്ഞു നിങ്ങളോട്? ഇപ്പൊ നിങ്ങൾ ഹൈ BP ഹൈ ഷുഗർ ഉള്ളവരാണെങ്കിൽ ആരിടിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ഇടി വരരുത്, അല്ലേ? ആ കൺട്രോള് വേണം. രണ്ടാമത്തത് യുക്തവികാരം. നല്ല ഒരു എക്സസൈസ് ജീവിതത്തിൽ വേണമെന്നാണ് കൃഷ്ണൻ പറയാം. വികാരം എന്ന് പറഞ്ഞാൽ പ്ലേ നല്ല അർത്ഥം. ഹെൽത്തിനെ നമ്മളെപ്പോഴും കെയർ ചെയ്യണം. ഇപ്പൊ രാവിലെ നടത്തോ യോഗയോ ഒക്കെ കൊണ്ട് നടക്കണം. ബോഡി ഒന്നും ചെയ്യാതിരുന്നാൽ ഈ മസിൽസ് എല്ലാം കുറെ കഴിഞ്ഞാൽ സ്റ്റിഫാവും, നേഴ്സ് എല്ലാം കൂടി കുറെ കഴിഞ്ഞാൽ ടൈറ്റ് ആവും. അപ്പൊ ഇതിന് ലൂബ്രിക്കേഷൻ വേണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു സൈക്കിൾ ഉണ്ടെന്ന് ഇരിക്കുക. ആ സൈക്കിൾ അങ്ങനെ ഒരു കൊല്ലം 2 കൊല്ലം വെറുതെ വെച്ചാൽ എന്തായിരിക്കും? പലരുടെയും വീട്ടില് ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു പക്ഷെ തയ്ക്കൽ മെഷീൻ ഉണ്ടായിരിക്കും, അല്ലേ? തയ്ക്കും പലരും. പക്ഷെ അതെല്ലാം ഉപയോഗിക്കാതിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് തുരുമ്പ് പിടിക്കും. കുറെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആണോ? ഇതുപോലെയാണ് ഇഫ് യു റെസ്റ്റ് യു വിൽ റെസ്റ്റ്. ഇഫ് യു റെസ്റ്റ് യു വിൽ റെസ്റ്റ്. തുരുമ്പ് പിടിക്കും. അപ്പൊ നമ്മുടെ സ്പെയർ പാർട്സ് ഒക്കെ കുറെ കഴിഞ്ഞാൽ പെയിൻഫുൾ ആവും. അപ്പൊ എന്ത് വേണം? കുറച്ച് കൈയും കാലൊക്കെ ഓടിക്കണം. കൈ പൊങ്ങണം, കാല് പൊങ്ങണം. അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ 2 പേരെടുക്കേണ്ടി ഇരുന്ന് പൊക്കാൻ. മനസ്സിലായില്ലേ? കാരണം പല സ്പെയർ പാർട്സും പൊങ്ങില്ല. ഇപ്പൊ നോക്കൂ, ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്നാൽ നിങ്ങളെ പൊക്കാൻ ഫയർഫോഴ്സ് വരെ വിളിക്കേണ്ടി വരും. കാരണം നമുക്കിരുന്നാൽ പൊങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രമാത്രം കംഫർട്ടബിളായി കമോഡിന്റെ മുകളിൽ ഇരുന്ന് ശീലിച്ചു, ആണോ അല്ലയോ? ആലോചിച്ചൊക്കെ പഴയ അമ്മമാരും മുത്തശ്ശന്മാരൊക്കെ എങ്ങനെ ജീവിച്ചത്, അല്ലേ? അവരൊക്കെ പണ്ട് എന്ത് അമേരിക്കൻ എന്ത് യൂറോപ്യനാണ്, അവരൊക്കെ ഇന്ത്യനാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇന്ത്യ പൊതുവെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമേരിക്ക വളരെ ഈ യൂറോപ്യൻ ടോയ്ലറ്റ് എന്നല്ലേ അതിന് പറയാ, അല്ലേ? ആണോ? ആ പോട്ടിക്ക് എന്താ പറയാ? വെസ്റ്റേൺ എന്നാ പറയാ, അല്ലെ? വെസ്റ്റേൺ എന്നല്ലേ പറയാ? വെസ്റ്റേൺകാര് മുഴുവൻ അങ്ങനെയാണ്, അനങ്ങില്ല അവര്. ഇന്ത്യക്കാര് പാവം കഷ്ടപ്പെടുന്നവരാണ്. ഏതാണ്? സത്യം പറഞ്ഞാലല്ലോ ഈ യൂറോപ്യൻ ടോയ്ലറ്റാണ് അപകടമായത്. ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് യൂറോപ്യനാണ്. അത് പലരും അറിയുന്നില്ല എന്ന് മാത്രം. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് യൂറോപ്യൻ ടോയ്ലറ്റിനാണ്. ഇന്ത്യൻ ടോയ്ലറ്റിലാകുമ്പോൾ കുറച്ച് നമ്മൾ ഒതുങ്ങി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട്, മുട്ടിലിരിക്കുന്നതുകൊണ്ട് അത്ര ഇൻഫെക്ഷൻ വരില്ല. ഇത് വി ആർ വെരി ക്ലോസ് ടു ദ ഇതിനായതുകൊണ്ട് ആ സറൗണ്ടിങ്സിൽ തന്നെയുള്ള ബാക്ടീരിയകൾ നമ്മളെ എഫക്ട് ചെയ്യും. സത്യമാണ് ആ പറയുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ സത്യമാണ്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനിയിപ്പോ നമുക്കിത് പറഞ്ഞിവിടെ വാദിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങളെ ഇന്ത്യൻ ടോയ്ലറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പോലീസിനെയും വിളിക്കേണ്ടി വരും, ഫയർഫോഴ്സുകാരും വിളിക്കേണ്ടി വരും, ആംബുലൻസും വെക്കേണ്ടി വരും, ഒരു 108 വിളിക്കേണ്ടി വരും. കാരണം എവിടെ പൊങ്ങാൻ പറ്റണോ, അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പോലും പറ്റണില്ല. ഇപ്പൊ പുതിയ വീടുകളിലൊന്നും ഇന്ത്യൻ ടോയ്ലറ്റ് എന്നുള്ള സിസ്റ്റമേ ഇല്ല. ഉണ്ടോ? ഫുൾ വെസ്റ്റേൺ ആണ്. അതും ഞങ്ങള് അടുത്ത കാലത്ത് ഞാൻ ജപ്പാനിൽ പോയി. എന്റെ ദൈവമേ, എന്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ടോയ്ലറ്റിൽ മുഴുവൻ ഫ്ലഷ് ചെയ്യുന്നതും ഫ്ലാഷ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഹോസറ്റും ഒക്കെ ബട്ടണാണ്. ഇതറിയാതെ എങ്ങാനും അമർത്തിയാൽ നമ്മുടെ മേല് മുഴുവൻ വെള്ളമാവും. നമ്മൾ ടോയ്ലറ്റിലാണോ പോയത്, കുളിക്കാനാണോ പോയത്, ഒരു പിടിയില്ല. അല്ല, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇപ്പൊ എന്റെ കൂടെയുള്ള ആളുണ്ട്, ഫുൾ നനഞ്ഞിട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, കുളിക്കാൻ പോയത്? പറഞ്ഞു ഒരു ബട്ടൺ മാറിപ്പോയതാണെന്ന്.
അതും അതിന്റെ ഫ്ലാപ്പ് പൊക്കാനേ പാടില്ല. ഈ ഒരു കൂടുതലുള്ള ആളെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്ലാപ്പ് പൊക്കി ഇയാള് ഫ്ലഷ് ചെയ്താണ്, ബട്ടൺ മാറി മുഖത്തേക്കാണ് അടിക്കുന്നത്. അതാ ഉള്ളിലുള്ളത് ഒന്ന് പോയിട്ട് പോലുമില്ല. ആ വെള്ളം കുടിച്ചു വൃത്തികേട്. എന്തൊരു അപകടം നോക്കുന്നു. ഇതൊക്കെ ഞാൻ തമാശ പറയില്ല, ഇതൊക്കെ ആരെങ്കിലും കണ്ടുണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ? ഇപ്പൊ ഹൈലി മോഡേൺ ആവുന്നത്. അത് വേറൊരു അപകടം കൂടിയുണ്ട്. യൂറോപ്പിൽ വേറൊരു അപകടമുണ്ട്. അവർ ഈ വിന്റർ സീസണിൽ വെള്ളം ചൂടാക്കാൻ അതിനൊരു ബട്ടുണ്ട്. അത് ചില സമയത്തുണ്ട് ഹൈലി ബോയിൽഡ്. ഈ മേലെ തണുപ്പ് കാരണം അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പുറകിലായിരിക്കും ഫുൾ ബേണിംഗ് വന്നിട്ടുണ്ടാവുക. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും ഈ ബേണും കൊണ്ട് പുറകില് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ അപകടമാണത്. അത് ശരിക്കും സത്യം പറഞ്ഞാൽ കുറെ കഴിഞ്ഞ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒരു കാലമാണ്. പണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ത്യനായതുകൊണ്ട്, അല്ലേ? ഇനിയുള്ള കാലം അതും കൂടി പഠിക്കണം, എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഞാൻ യൂറോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാ എവിടേക്കാ ഉപയോഗിക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ അന്നത്തെ ആ മനുഷ്യനെ പോലെ നനഞ്ഞു കുളിച്ചിട്ട് വരേണ്ടിയിരുന്നു ഞാൻ, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാണ്, എന്താണ് നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? യുക്ത ആഹാര, യുക്തവിഹാര, പിന്നെ യുക്തചേഷ്ട. യുക്തചേഷ്ട എന്ന് പറഞ്ഞാൽ ആളുകളോടുള്ള ചേഷ്ടകളാണ്. ചേഷ്ട എന്ന് പറഞ്ഞാൽ ഗോഷ്ഠി എന്നല്ല, ഇന്ററാക്ഷൻ. എന്താണ്? എപ്പോഴും നമുക്ക് നല്ല അസോസിയേഷൻ വേണം, നല്ല ബന്ധങ്ങൾ വേണം, എന്നാലാണ് നമ്മുടെ സമയം പോകുന്ന അറിയും. വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ഈ സത്സംഗങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി ഉണ്ടെങ്കിൽ കുറെ സമയം പോകുന്നത് അറിയില്ല. പിന്നെന്താണ്? യുക്തകർമ്മസു, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. ഒരു ഷെഡ്യൂൾ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ എന്താ പറയണെന്ന് വെച്ചാൽ, ഇഫ് യു ഹാവ് എ ഷെഡ്യൂൾ ഇൻ ലൈഫ്, നിങ്ങൾക്ക് ഒരിക്കലും പാർക്കിൻസണും വരില്ല, ഡിപ്രഷൻ വരില്ല, അൽഷൈമേഴ്സ് വരില്ല. ഈ ആണുങ്ങൾക്കാണ് കൂടുതൽ. നിങ്ങൾ നോക്കിയല്ലോ, പാർക്കിൻസണും അൽഷൈമേഴ്സും ഒക്കെ കയറി പിടിക്കുക. കാരണം ആണുങ്ങൾ റിട്ടയർ ചെയ്താൽ വെറുതെ ഇരുന്ന് കളയും, ടിവിയും കണ്ട് പേപ്പറും വായിച്ച് അങ്ങനെ ഇരിക്കും. അപ്പൊ അവർ ആക്റ്റീവ് ആവില്ല പലരും. എന്നാൽ സ്ത്രീകൾ എപ്പോഴും അടുക്കളയിലെല്ലാം ഓക്യുപ്പൈഡ് ആയിരിക്കും. പൊതുവെ സ്ത്രീകളിൽ പാർക്കിൻസൺ ഉള്ളവർ വളരെ കുറവാണ്. നോക്കിക്കൊള്ളൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആണുങ്ങളായിരിക്കും. ഇതുപോലെ അൽഷൈമേഴ്സും കമ്പാരിറ്റീവിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങളിലാണ് അവർ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം, അവര് വെറുതെ ഐഡലായിട്ട് സമയം കഴിയാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഐഡൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ആക്റ്റീവ് ആയിരിക്കണം. അതോ ഇതോ എന്തെങ്കിലുമൊക്കെ ടിവിയും കണ്ടിരിക്കരുത്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് നോക്കൂ, റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ ഗീത വേണമെങ്കിൽ പഠിക്കാം, അല്ലേ? പഠിച്ചൂടെ? ഭാഗവതം പഠിച്ചൂടെ? ആണോ അല്ലയോ? ശരിക്കും റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് സിറ്റിയാണ്, എല്ലാവരും വൈകുന്നേരം വന്നു ഒരുമിച്ച് വിഷ്ണു സഹസ്രനാമം, ആഴ്ചയിൽ ഒരു ലളിതാ സഹസ്രനാമം, അങ്ങനെയൊക്കെ ചൊല്ലിശീലിച്ചാൽ എത്ര നല്ലതാണ്. ആ വീട്ടിൽ വെറുതെ ഇരിക്കരുത്. അപ്പം യുക്ത കർമ്മസു. പിന്നെ യുക്ത സ്വപ്നം. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്ലീപ്പ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്ലീപ്പ്. അതൊരു കൃത്യം സമയം കൊണ്ട് നടന്നാൽ രോഗം വരില്ല. സൗണ്ട് സ്ലീപ്പാണ്. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സൗണ്ട് കൊടുക്കുന്നതല്ല, അടുത്ത് കിടക്കുന്നവർക്ക് സൗണ്ട് കൊടുക്കുന്ന സ്ലീപ്പല്ല. ഏതാണ് സൗണ്ട് സ്ലീപ്പ്? ഡീപ് സ്ലീപ്പ്. ഇപ്പൊ നമ്മുടേതെന്ന് പറഞ്ഞാല് പലരുടെയും സൗണ്ട് സ്ലീപ്പാണ്. എന്താണ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ? ഈ ലയൺസ് ക്ലബ് എന്ന് വരുന്ന പോലെയാണ് ഓരോരുത്തരും കിടക്കുക. മനസ്സിലായില്ലേ? അത്ര റോറിംഗ് സൗണ്ടുകളൊക്കെ ആയിട്ട്, മനസ്സിലായില്ലേ? ലയൺസ് ഈ ഭയങ്കര സ്ലീപ്പ്, ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നവരൊക്കെ എന്തിലായിരിക്കും? അവർ ലയൺസ് ക്ലബ്ബ് മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കും. കാരണം അവിടെയൊന്നും ശബ്ദിക്കാത്തതൊക്കെ കിടക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുക. അപ്പോ ഇതൊക്കെ സൗണ്ട് സ്ലീപ്പ് ഉണ്ടാവുക. പിന്നെന്താ വേണ്ടത്?
അതൊരു ഡിസിപ്ലിനാണ്. പിന്നെ ലാസ്റ്റ് അവബോധം, എവ്രി ഡേ മെഡിറ്റേഷൻ, കുറച്ചു നേരം ഇരുന്ന് ജപവും ധ്യാനവും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലും എന്ത് വേണം? സിൻസിയറിറ്റി വേണം. അപ്പൊ ഇതൊരു ഷെഡ്യൂൾ പോലെ കൊണ്ടു നടന്നാൽ ലൈഫ് അങ്ങനെ ഷെഡ്യൂൾഡ് ആവും. മനസ്സിലായില്ലേ? ഇത്ര മണിക്ക് എണീറ്റു, ഇന്നെ കാര്യം ചെയ്തു, ഇത്ര മണിക്ക് കിടന്നു. ഇതിലിങ്ങനെ ലൈഫ് പോയാൽ ഇതിലൊരു രസം കാണാൻ തുടങ്ങും. ലൈഫ് ഒരു രസമായിട്ട് മാറും. നേരെ മറിച്ച് ഇന്ന് 9:30, നാളെ 10:30, മറ്റൊന്ന് 11, മറ്റൊന്ന് 12 ഇൻഡിസിപ്ലിൻഡ് ആയാൽ ലൈഫ് ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ലൈഫ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സെർട്ടൺ സ്കെഡ്യൂൾ. അതൊരു ശീലമാക്കി മാറ്റണം. അതാണ് പറയുന്നത്. നിൽക്കട്ടെ. അപ്പൊ ഗോപികമാര് അവരുടെ ലൈഫ് വളരെ ഒരു ഷെഡ്യൂളിലായിരുന്നു. അപ്പൊ ഒരിക്കൽ അവർക്കൊരാഗ്രഹം കൃഷ്ണന്റെ കൂടെ എല്ലാം മറന്ന് ഡാൻസ് കളിക്കണം. കാരണം അവരിലൊക്കെ ഡാൻസ് കളിക്കാനുള്ള ഒരു കഴിവുണ്ട്. നോക്കാം, വില്ലേജ് ആളുകളായി ഈ കഥ എഴുതി വെച്ചത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. കൃഷ്ണന് പാടാനുള്ള കഴിവുണ്ട്. അപ്പൊ കൃഷ്ണന്റെ പാട്ടും ഇവരുടെ നൃത്തവും അവർക്ക് മനസ്സിലായി. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ DJ പാർട്ടി അതായിരിക്കാം. ഫസ്റ്റ് DJ പാർട്ടി ഇല്ലേ? നൈറ്റിൽ നടന്ന ഒരു DJ പാർട്ടി ആയിരുന്നു. ആരുടെ? ഗോപികമാരുടെ, കൃഷ്ണന്റെ. ആ 5000 വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളത്. അത് സ്ത്രീകൾക്ക് ഇത്രമാത്രം ഒരു ഫ്രീഡം. അത് രാത്രിയിൽ സ്ത്രീകൾ പുറത്തിറങ്ങുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ഭാരതത്തിൽ അത്രമാത്രം ഇതാണ് സനാതന ധർമ്മം. അത് ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയാത്തോണ്ട് അവർ കുറ്റം പറയും. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ധർമ്മമാണ് ഏത്? സനാതന ധർമ്മം. അല്ലാതെ ഇതൊരു കാസ്റ്റിസമാണെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ബ്രെയിൻ തിന്നുന്നവരാണ് അവര്, രാഷ്ട്രീയക്കാര് അല്ലേ? നിങ്ങൾ ആലോചിച്ചു, 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനോടൊപ്പം ഗോപികമാര് ഡാൻസ് കളിച്ചു എന്നത് വലിയ ഒരു റെവല്യൂഷൻ അല്ലേ? ആണോ അല്ലയോ? ആ കാലഘട്ടത്തിൽ അത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് നോട്ട് ഒരു വലിയൊരു ഡെവലപ്മെന്റ് അല്ലേ? ദാറ്റ് മീൻസ് ഒരു ജെൻഡർ ബേസ്ഡ് ആരെയും ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരും ഒരേ പരമാത്മാവിന്റെ അംശങ്ങളാണ്. അവർക്ക് എവിടേക്ക് എത്താം? പരമാത്മാവിലേക്ക് എത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ മനുഷ്യ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്, ലൈഫിനൊരു ക്ലാരിറ്റി. എന്താണ് എന്റെ ജീവിതം? എന്തിനാണ് എന്റെ ജീവിതം? വൈ ഐ ആം ഹിയർ? പരമാത്മാവിലേക്ക് എത്തുക. അതിനെന്താ പറഞ്ഞത് നമ്മള്? പൂർണ്ണത. എന്താണ് പൂർണ്ണത? ആ ഒരു ക്ലാരിറ്റിയുള്ള ഒരൊറ്റ റിലീജിയനെ ഭൂമിയിലുള്ളൂ. ഏത്? ഹിന്ദുമതം, സനാതനധർമ്മം. അതിനെങ്ങനെ എത്താൻ പറ്റും? വെറുതെ പറയല്ല, അതിന് സാധന ചെയ്യണം. ഇനി എന്താണ് സാധന എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ. ഈ ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരേ ഒരു റിലീജിയൻ ലോകത്തിലുള്ളത് ഏതാണ്? ഹിന്ദുയിസം. ഗ്രേറ്റ് അല്ലേ നമ്മുടെ കൾച്ചർ? ആണോ? ഈ ക്ലാരിറ്റി ഏത് റിലീജിയനുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഹിന്ദുവിന് ഈ ക്ലാരിറ്റി ഇല്ല. എന്തിനാണ് ലൈഫെന്നോ എങ്ങനെയാണ് ലൈഫ് കൊണ്ടു നടക്കേണ്ടതെന്നോ നമുക്ക് ആ ക്ലാരിറ്റി ആരും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ വെറുതെ ഫാമിലി ലൈഫിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്ത്, മക്കളുടെ കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്ത്, മനസ്സിലായില്ലേ? വെറുതെ കോമ്പീറ്റ് ചെയ്ത്, കമ്പാരിസൺ, നേരത്തെ പറഞ്ഞ അസൂയൊക്കെ കൊണ്ട് നടന്നു നമ്മളങ്ങനെ ലൈഫ് ഡിസ്റ്റർബ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, പൂർണ്ണത സാധന. ഞാൻ ഇനിയിപ്പോ നാളെ മറ്റന്നാൾ പോയാലും ഇത് മറക്കരുത് നിങ്ങൾ. എന്താണ് പൂർണ്ണത സാധന? എപ്പോഴും നിങ്ങൾ രാവിലെ ഓർക്കില്ലേ? ദോശ ചട്നി, അത് തന്നെ. ഇവിടെ എന്ത് ഓർക്കണം? വെറും ദോശയായിട്ടുണ്ടാവില്ലല്ലോ. ദോശയുടെ കൂടെ എന്ത് വേണം? ചട്നിയും കൂടെ വേണം. എന്നതുപോലെ പൂർണ്ണത സാധന. അത് നമ്മുടെ ഹിന്ദുക്കൾക്കാണെങ്കിൽ എല്ലാറ്റിനും ഒരു കറി വേണം. വേണ്ടേ? പുട്ടുണ്ടോ? കടല വേണം ഇല്ലേ? വേണ്ടേ? വേണോ വേണ്ടയോ? എന്നതുപോലെയാണ് ദോശ ചട്നി. ഇവിടെ പൂർണ്ണത സാധന. ഇനിയിപ്പോ ദോശയും ചട്നിയൊക്കെ കാണുമ്പം പൂർണ്ണത സാധന. ഇനിയിപ്പോ വൈകുന്നേരം കുഴക്കട്ട കാണുമ്പോഴും പൂർണ്ണത സാധന. എന്ത് കട്ടയെന്ന് എനിക്ക് അറിയില്ലേ, ഞാൻ വെറുതെ അടിച്ചു വിടുന്നത്.
എനിക്കതിന്റെ ഒരു ഗന്ധം പോലുമില്ല. അപ്പോഴും പൂർണ്ണത സാധന. അത് ഞാൻ കുഴക്കട പറയാൻ കാരണം കുഴക്കടയുടെ സൈസ് പൂർണ്ണതയുടെ അല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. പൂർണ്ണമത പൂർണ്ണമിതം. അപ്പൊ കുഴക്കട്ടയൊക്കെ ചാടി കയറി കഴിക്കുന്നതിന് മുമ്പ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണത. അപ്പൊ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണതയാണ്. ആ ബോധം ഉണ്ടാവുക, ആ ക്ലാരിറ്റി ഉണ്ടാവുക. ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇനി അതിനു വേണ്ടി ലൈഫിനെ ചിട്ടപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ ഗോപികമാരെ ഒരു ദിവസം കൃഷ്ണന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ രാത്രിയിൽ കൃഷ്ണൻ പുല്ലാങ്കുഴലെടുത്ത് കാളിന്തി യമുന നദി തീരത്തിരുന്ന് പുല്ലാങ്കുഴൽ വിളിക്കുന്നു. അപ്പോഴേക്ക് എല്ലാ ഗോപികമാരും രാത്രിയിൽ അവിടെ എത്തി. അവരെത്തിയതൊക്കെ വലിയ കഥയാണ്. ചിലര് പകുതി കുളിച്ചു, ചിലര് ഫുള്ള് കുളിച്ചു, ചിലര് പകുതി ഉടുത്തു, ചിലര് ഫുള്ള് ഉടുത്തു, ചിലര് ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നതിനിടയിലാണ് ഈ വിളി കേട്ടത്. അവര് ഭർത്താവിന് അവിടെ വെച്ച് നിർത്തി ഭക്ഷണം കൊടുക്കല്. കുട്ടിക്ക് പാല് കൊടുത്തവര് വരണ്ട്, അതിനെ അവിടെ കിടത്തിപ്പോന്നു. എത്രയും വേഗം ആരിലേക്ക് എത്തണം? ഭഗവാന്. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാ ഗോപികമാരെ ഇവിടെ വന്നത്? പ്രതിയാതും. അപ്പൊ അവര് പറഞ്ഞു, കൃഷ്ണ അവിടുന്ന് പറഞ്ഞില്ലേ ഭർത്തൃശുശ്രൂഷണം സ്ത്രീനാം പരോധർമ്മം, ഞങ്ങളുടെ ഭർത്താവ് അങ്ങാണെന്ന്. ഭഗവാൻ പറഞ്ഞത് പറയരുത് നാട്ടുകാരോട്. ഞങ്ങൾക്ക് ഒഫീഷ്യൽ ഭർത്താവുണ്ട്, പിന്നെ ഞാനെങ്ങനെയാ ഭർത്താവാം? അപ്പൊ പറഞ്ഞു, ഭർത്താവ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളൊരു ഫിസിക്കൽ ഭർത്താവല്ല, ഇവിടെ ഞങ്ങളുടെ മൈൻഡിന്റെ ഭർത്താവാണ്. ജീവാത്മാവായ ഞങ്ങളുടെ ഭർത്താവാണ് പരമാത്മാവായ അങ്ങ്. അപ്പൊ നമുക്കൊക്കെ രണ്ട് ഭർത്താവുണ്ട്. ഒന്ന് ശരീരത്തിന്റെ ഭർത്താവും, രണ്ട് ഇത് വീട്ടിൽ പോയിട്ട് പറയരുതേ, അപകടമായിരിക്കും. ഒന്ന് മനസ്സിന്റെ ഭർത്താവ്. അതല്ലേ നിങ്ങള് മനസ്സ് നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും എന്റെ മനസ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കണം. നുണയാണ്, പെരുന്നുണ. ആർക്ക് മനസ്സ് കൊടുക്കാൻ പറ്റും? ഇത്രയും വലിയ നുണ വേറെയുണ്ടോ? ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സ് കൊടുക്കാൻ പറ്റുമോ? എത്ര ലവ് അഫെയർ ഒക്കെ കൊണ്ട് നടന്ന ആൾക്കാർ പൊട്ടിപ്പോകുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ മനസ്സാരാ കൊടുത്തിരിക്കുന്നത്? മനസ്സാരാ കൊടുത്തിരിക്കുന്നത്? ആർക്കും ഒരാളുടെ മനസ്സിനെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെ വെറുതെ പറയാം, എന്ത് എന്റെ മനസ്സ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കള്ളത്തരത്തിരി ഉണ്ടാവാതിരിക്കില്ല. കുറെയൊക്കെ അവനവന്റെ മനസ്സ്, അവനവന്റെ സെൽഫിഷ്നെസ്സും, അവനവന്റെ ഈഗോ, അവനവന്റെ സെൽഫിഷ്നെസ്, അവനവന്റെ ഈഗോ, അവനവന്റെ ലൈക്സ് ഇല്ലേ ഉണ്ടോ? അവനവന്റെ ഒരു കയ്യിലാണോ മനസ്സ്? വല്ലവരുടെയാണോ? ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ മനസ്സിനെ വേറൊരാൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച നോക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന സത്യം എത്ര ഉണ്ടെന്ന്? ഒരാൾ കല്യാണം കഴിക്കുമ്പം പറയാണ്, പെൺകുട്ടി പറയാണ് ഭർത്താവിനോട്, എന്റെ മനസ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, എന്റെ ഹൃദയം ഞാൻ പറിച്ചു തരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പറയാണ്, അപ്പൊ ഞാൻ ഇനിയിപ്പൊ നിന്റെ മനസ്സ് എന്റെ മനസ്സല്ലേ, അപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ലേ നീ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ആ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുമോ? കുറച്ചു കഴിഞ്ഞാൽ പറയും പോയി പണി നോക്കുന്ന്. അപ്പോഴാ മനസ്സിലാവുക ഒരാളുടെ മനസ്സിനെയും ഒരാൾക്കും കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അവരവരുടെ മൈൻഡ് ഇൻഡിപെൻഡന്റ് മൈൻഡ്. എന്നാൽ ഈ മൈൻഡിനെ നമുക്ക് ആർക്ക് കൊടുക്കാം? ഭഗവാന് കൊടുക്കാം. കാരണം ഭഗവാനിൽ നിന്നാണ് ഇത് വന്നത്. അപ്പൊ മനസ്സിന്റെ ഭർത്താവാണ് ആര്? ഭഗവാൻ. അപ്പൊ മനസ്സാകുന്ന ഭാര്യയും ബോധമാകുന്ന ഭഗവാനും എന്താണ് ബോധമാകുന്ന ഭർത്താവ്. ഇത് രണ്ടും ചേരുന്ന ജീവാത്മാ പരമാത്മ ഐക്യം. ഇതാണ് ഗോപികമാര് കൃഷ്ണനെ കണ്ടത്. ഇത് കേട്ടപ്പോ ഭഗവാന് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇവരെന്നെ ഒരു ഫിസിക്കൽ ഭർത്താവായിട്ടല്ല കാണുന്നത്. അപ്പൊ ഇവരോട് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് ആ ഗോപികമാർക്ക് കൃഷ്ണനിലേക്ക് എത്താൻ? അതിനവരെ പരിപൂർണമായി സമർപ്പിച്ച ആ ഒരു സാധനയാണ് രാസലീല.
അപ്പൊ അവരങ്ങനെ ആടി പാടി ചാഞ്ചാടി, അല്ലേ? പട്ടതിരിപ്പാട് പറയുന്ന പോലെ എന്താണ്? കേശപാശതൃത പിഞ്ചികാവിത സഞ്ചരൻ മകരകുണ്ടലം. അങ്ങനെ അവരാടുന്നു, പാടുന്നു, ലയിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പം ഗോപികമാരുടെ ഉള്ളിൽ ചില സ്വാർത്ഥത വന്നു, മത്സരം വന്നു. അപ്പൊ കൃഷ്ണൻ ആരുടെ കൂടെയാണ് ഡാൻസ് കളിക്കേണ്ടത്? അവരിൽ ഓരോരുത്തരും കൃഷ്ണന്റെ അടുത്തേക്ക് വന്നു ചിലരങ്ങോട്ട് തട്ടാൻ തുടങ്ങി. നീ മാറ്. അപ്പൊ കൃഷ്ണൻ നോക്കുമ്പോ ഇവരിടയിൽ ചെറിയ ഈഗോ ക്ലാഷ്. കൃഷ്ണൻ എന്ത് ചെയ്തു? അന്തർദദേഹരീന അവിടുന്ന് മറഞ്ഞു. അപ്പോ ഇവർക്ക് സങ്കടായി, കൃഷ്ണനെ കാണുന്നില്ല. അതുവരെ കൃഷ്ണന്റെ കൂടെ ഡാൻസ് കളിച്ച് സമയം കടന്നു പോയത് പോലും അറിയാതിരുന്നവർ പെട്ടെന്ന് കൃഷ്ണൻ പോയപ്പോ ഒരു വല്ലാത്തൊരു വാക്യം. അവര് കൃഷ്ണനെ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ മല്ലികയെ, യാതികയെ, യൂതികയെ അതിനോടൊക്കെ ചോദിച്ചോ, എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ഒരു ഗോപിക പറഞ്ഞത്, ദേ പാതയടിയൊക്കെ കാണുന്നു. നോക്കുമ്പോ വേറൊരു ഗോപിയാണ്, ഒരു ഗോപികയുടെ പാദം കൂടി. അപ്പോഴേക്കും ഇവർക്ക് സങ്കടമായി. ഓ, അവളെയും കൊണ്ടുപോയില്ലേ ഇന്ന്, നമ്മളെയൊന്നും വേണ്ടാന്ന് വെച്ചു, അവളെയും കൊണ്ടുപോയി. അപ്പൊ അവളെ പറയുന്നതാണ് അനയാ ആരാധിതോ നൂനം ഹരിരീശ്വര. അപ്പൊ ഇവരെ ആ വഴിക്ക് പോയി, ആ ഗോപിയും കൊണ്ടുപോയവൾ. അപ്പൊ അവിടുന്ന് ഒരു കരച്ചിൽ, ഹാ നാദ ഭ്രമണപ്രേഷ്ട ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിയും. അവള് കരയാണ്, എന്നെ വിട്ടിട്ട് പോവല്ലേ, ഇട്ടിട്ട് പോവല്ലേ, എന്നെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇവർക്ക് സമാധാനമായി, കാരണം കൃഷ്ണൻ അവളെയും വിട്ടുവല്ലോ എന്നുള്ളത്. പിന്നെ അവള് പറഞ്ഞത്, എന്നെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. കൃഷ്ണൻ പുറത്തേക്ക് എന്നെ എടുക്കാൻ വേണ്ടി ഞാൻ കൃഷ്ണന്റെ പുറത്തേക്ക് ചാഞ്ഞു, കൃഷ്ണൻ അവിടുന്ന് പോയി. അപ്പൊ കൃഷ്ണൻ അവളുടെ കൂടി ഉണ്ടായില്ല. അവസാനം ഇവരെല്ലാവരും വന്ന് ആ യമുനാ നദീ തടത്തിൽ നല്ല ചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുമ്പോൾ അവര് പാടുന്ന പാട്ടാണ് ഗോപികാഗീതം 31. ജയതിതേതികം ജന്മനാവൃജ ശ്രയത ഇന്ദിരാ ശശ്വതത്രയീ ദൈതദൃശ്യതാം ദിക്ഷു താവക ത്വയി ധൃതാസവ ത്വം വിചിന്നതേ ശരതുദാശയേ സാധുജാതസ സരസിജോതരാ ശ്രീമുഷാദൃശ സുരതനാഥേയശുൽക്കദാസിക വരദനിഘ്നദോ നേഹ കിംവത. എന്താ പറയണത്? ഞങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്. കാരണം കൃഷ്ണനിരിക്കുന്ന ഈ മണ്ണിൽ ജനിക്കാൻ സാധിച്ചതുകൊണ്ടല്ലേ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ആര് പറഞ്ഞു തരുന്നു? എവിടെ അറിയുന്നു? ഇന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ ആ ലക്ഷ്യം കൈവരിക്കാൻ കൃഷ്ണ അങ്ങ് വേണം ഞങ്ങൾക്ക്. ഞങ്ങൾ അത്രമാത്രം ഒന്നും അവിടേക്ക് അങ്ങോട്ട് എത്തിയവരല്ല, അശുൽക്കദാസികളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? കൈവിട്ട് പോകരുത്. ഞങ്ങൾ നേഹക്കിം വധ, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നതെന്ന് വെച്ചാൽ ഉപേക്ഷിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്കറിയാം അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടേക്ക് അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ അങ്ങൊന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്തണം. ഗോപികമാർക്ക് ഉറപ്പാണ് പ്രാപിക്കേണ്ട കൃഷ്ണൻ, എത്തിച്ചേരേണ്ട കൃഷ്ണൻ എവിടെയാണ്? നഖല്ലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വിഗനസാർത്തിതോ വിശ്വഗുപ്തയേ സഗവോ ദേവാൻ സത്വതം കുലേ വിരചിതാഭയം വിഷ്ണിദുര്യത്തെ ചരണമീയുഷാം.
കാന്തകാമതം ശിരസി ദേഹിന ശ്രീകരഗ്രഹം നകലു ഗോപിക നന്ദനോ പവാൻ അഖില ദേഹി നാം അന്തര. എല്ലാവരുടെയും അന്തരാത്മ. അഖില ദേഹികൾക്കും ഒരു അന്തരാത്മ. അപ്പൊ അഖില ദേഹികളാണ് ഗോപികൾ. ഒരേ അന്തരാത്മാവാണ് കൃഷ്ണൻ. അഖില ദേഹികളാണ് ഗോപികമാര്. ഒരേ ഒരു അന്തരാത്മ, അതാണ് കൃഷ്ണൻ. ഇപ്പൊ ഗോപികമാർക്ക് ചുറ്റും നടുക്കൊരു കൃഷ്ണൻ. എല്ലാ ഗോപികമാരുടെയും ഒരേ ഒരു അന്തരാത്മ. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ശിരസി, ഞങ്ങളുടെ ശിരസിൽ കരം വെക്കണം. കാരണം ഞങ്ങളുടെ മനസ്സിന് അത്രമാത്രം ഒന്നും ഏകാഗ്രത ഇല്ല. അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പൊ ആ കഴിവ് എങ്ങനെയുണ്ടാവുക? തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപകം ശ്രവണമംഗളം ശ്രീമതാതതം ഭുവി ഗൃഹന്തി തേ ഭൂരിധാ ജനാ സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരന തേതരാമൃതം. എന്താ പറയുന്നത്? തവ കഥാമൃതം തപ്തം. ആ കഥാമൃതത്തെ കൊണ്ട് മനസ്സിനെ തപ്തം, തപിപ്പിച്ചുകൊണ്ട് കവിപിരീഡിതം മംഗളം, മംഗളമായ മഹാന്മാര് ജപിച്ച പാട്ടുകൾ അല്ലെങ്കിൽ ജപിച്ച മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഞങ്ങള് ശ്രവണമംഗളങ്ങളായ ആ നാമങ്ങളൊക്കെ ചൊല്ലി ഞങ്ങള് ഭൂരിധാജന, ജനങ്ങളൊക്കെ എപ്രകാരമാണോ അവരെ ശുദ്ധീകരിച്ചത് ഞങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. അപ്പൊ ആരുടെ മനസ്സാണോ ഭഗവാന്റെ നാമത്തിൽ മുഴുകുന്നത്, സുരതവർദ്ധനം, ഉള്ളിലൊരു സുരതവർദ്ധനം എന്ന് വെച്ചാൽ അത്യന്തം ആനന്ദം, നാമാനന്ദം, ആത്മാനന്ദം, പരമാനന്ദം എവിടെ വരും? ഉള്ളിൽ വരും. അപ്പം ശോകനാശനം. എന്തു വന്നു? ശോകങ്ങളൊക്കെ പോയി. സ്വരിത വേണുനാ സുഷ്ടുചുംബിത. ആ വേണുവിൽ ഭഗവാൻ ചുംബിച്ചതുപോലെ ഭഗവാന്റെ കയ്യിൽ ഓടക്കൊള്ള് ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴലിൽ ഭഗവാൻ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ശരീരമാണ്. ഇതാണ് ശരീരമാണ്. ഈ ശരീരത്തിന്റെ 9 ദ്വാരങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏത്? ഓടക്കൊള്ള്. അതിൽ ഒരു ദ്വാരത്തിലാണ് ഈ ചുണ്ട് വയ്ക്കുക, അല്ലെ? ആണോ? ആ ഒരു ദ്വാരമാണ് എപ്പോഴും ഓർക്കുക, വായ. നാമം ജപിക്കുന്നത് വായ. അവിടെ ആരെ വെക്കണം? ഭഗവാനെ ചുംബിച്ചുകൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ ഭഗവാന്റെ നാമത്തെ ചുംബിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ വായ എന്നുള്ള അർത്ഥത്തിലാവരുത്, മനസ്സെന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ മനസ്സിലെപ്പോഴും ഭഗവാന്റെ ഒരു നാമം വെക്കുന്നത് ഭഗവാനെ ചുംബിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ എന്തായി? ഇതര രാഗവിസ്മാരണം. ഇതര രാഗം എന്ന് പറഞ്ഞാൽ ഒട്ടൽ. മറ്റൊട്ടലുകളൊക്കെ വിസ്മരിച്ചുപോയി. അവസാനം തേ അധരാമ, അങ്ങയുടെ ആ ഒരു ആത്മരസ അമൃതത്വത്തിൽ മുങ്ങി. അപ്പോഴോ ജീവിതം തന്നെയായി. അപ്പൊ അതിനെന്ത് വേണം? അതിലേക്ക് എത്താൻ പതിസുതാന്വയ ഭ്രാത് ബാന്ധവാൻ അതിവിലംഘ്യതേ അച്യുതാഗത യദിവിദസ്തവ ഗീതമോഹിത കിതവയോഷിത കസ്ത്യജന്നിശി. ഈ നിശിയില് ഞങ്ങള് ഭാര്യ, ഭർത്താവ്, മക്കളെയൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാത്രി എന്ന് പറഞ്ഞാൽ ഏകാന്തത. ഭർത്താവ്, ഭാര്യ, ഈ ബന്ധങ്ങളൊക്കെ മനസ്സിൽ നിന്ന്
മാറ്റി ആരിൽ തന്നെ മുഴുകണം? അച്യുത ആഗത. പതിസുതാന്വയ ഭ്രാത് ബാന്ധവ ചിന്ത വിലങ്ക്യ അച്യുത ആഗത. അർത്ഥാവോ? പതിസുതാന്വയ ഭ്രാത് ബാന്ധവ എന്നൊക്കെ പറഞ്ഞെന്താണ്? ഈ ബന്ധങ്ങളൊക്കെ വിലക്കിയിട്ട് മാറ്റിയിട്ട് അച്യുത ആഗത. മനസ്സെങ്ങോട്ട് വരണം? അങ്ങനെ വന്നു. ഇപ്പോ ഏകാന്തത രാത്രി. അപ്പൊ ആരിലേക്ക് എത്താം? ഇതാണ് സാധന. കുറച്ചു നേരം എല്ലാം മറന്ന് ആരിലേക്ക് എത്തണം? ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് അവിടേക്ക് എത്താം, അല്ലേ? ഇങ്ങനെ ആ ഗോപികമാര് പറഞ്ഞതും താസാമാവിരഭൂശൗരി അടുത്ത അധ്യായത്തില് സ്മയമാനം കാമ്പുജ പീതാംബരധരസ്വക്കി സാക്ഷാൽ രണ്ടാമത്തെ അധ്യായത്തിൽ 2-ാം ശ്ലോകം. സാക്ഷാൽ മന്മഥ ഭഗവാൻ പ്രകടൻ. അപ്പൊ എല്ലാവരും ഗോപികമാരൊക്കെ കൂടെ ഭഗവാന്റെ അടുത്തേക്ക് ഇരുന്നു. അപ്പൊ ഭഗവാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് അങ്ങ് ഞങ്ങളെ വിട്ടുപോയത് ശരിയാണ്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ ഞാൻ വിട്ടതല്ല, നിങ്ങൾ എന്നെ വിസ്മരിച്ചതാണ്. ആരാണ് എന്താ ചെയ്തത്? നിങ്ങൾ എന്നെ വിസ്മരിച്ചപ്പോൾ ഞാൻ നിങ്ങളെ വിടില്ല. അപ്പോ ഏതുപോലെയാണ്? ഭഗവാൻ എന്ന് പറയുന്നത് വെളിച്ചമാണ്. എന്താണ്? ഭഗവാൻ വെളിച്ചമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി കണ്ടുപിടിക്കണം. ഈ ഭാഗത്ത് ഭയങ്കര ബ്രൈറ്റ്നെസ് ഉണ്ട്. സ്റ്റേജില് നിങ്ങളിരിക്കുന്നിടത്തോ അത്ര ബ്രൈറ്റ്നെസ് ഉണ്ടോ? കുറച്ചുകൂടി കുറവാണ്. ഇനി കുറച്ചുകൂടി പുറകോട്ട് പോകുമ്പോഴോ ആ ബ്രൈറ്റ്നെസ് കുറയും. കാരണം ഇതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളടുത്തുള്ളതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങളടുത്തേക്ക് ലൈറ്റ് വരും. ആണോ? പുറകോട്ട് പോകും തോറും ആ ഒരു റിഫ്ലക്ഷൻ കുറവായിരിക്കും. ഇനി നമ്മുടെ ഉള്ളിലുള്ള ഭക്തി നോക്കുക. ഈ ഭക്തിക്ക് ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ, നാമജപത്തിൽ കൂടുതൽ മൈൻഡ് മുഴുകുന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും ഭഗവാന്റെ. അപ്പൊ ഉള്ളിൽ നാമജപത്തിൽ അത്ര ഇന്റൻസീവായ ലയമില്ലെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിലും ഡാർക്ക്നെസ് ഉണ്ടാവും. ഏതുണ്ടാവും? ഭഗവാനെ മറക്കും തോറും ഏതുകൂടും? ഡാർക്ക്നെസ് കൂടും. ഭഗവാനെ സ്മരിക്കും തോറും ബ്രൈറ്റ്നെസ് കൂടും. ഇനി എത്ര ബ്രൈറ്റ് ആവണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ബ്രൈറ്റ്നെസ് ഉണ്ടോ പ്രോബ്ലംസ് ഇല്ല. ഡാർക്ക്നെസ് ഉണ്ടോ? ഡാർക്ക്നെസ് എപ്പോഴും പ്രോബ്ലത്തിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. രാത്രിയിലല്ലേ കൊതുക് വരിക? കൊതുകല്ലേ പ്രോബ്ലം ഉണ്ടാക്കുള്ളൂ? ആണോ? നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ കാശ് ചെലവഴിക്കുന്ന ഈ കൊതുകിനെ കൊല്ലാനാണ്. നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ വിഷം ശ്വസിക്കുന്നതും ആ കൊതുകുകാരനാണ്. ആർക്കെങ്കിലും ഗുഡ് നൈറ്റ് ഇട്ട് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും ഓൾ ഔട്ടായിട്ടിട്ട് കിടക്കണം വല്ല ആഗ്രഹമുണ്ടോ? ആമമാർക്ക് കൊതുക് തിരി. നിങ്ങൾ നോക്കൂ, അല്ലേ? സാധാരണ മത്സ്യം പിടിക്കാൻ നെറ്റുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. ആ നെറ്റുകളൊക്കെ ആളുകൾ ഉപയോഗിക്കും. പക്ഷെ മനുഷ്യൻ പേടിക്കുന്ന ഒരു സാധനം കൊതുകാണ്. കൊതുകിനെ പേടിച്ചിട്ട് നെറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആള് മനുഷ്യനെ ഉണ്ടോ? ഇത്രയും ചെറിയ ജീവിയെ പേടിച്ച് നെറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരേ ഒരാള് ആരെയുള്ളൂ? മനുഷ്യന്. ആണോ? അപ്പൊ കൊതുക് പറയാം, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ നെറ്റിലായിരുന്നില്ലേ, ഇനി നെറ്റിൽ കിടക്ക്, അല്ലേ? അതൊക്കെ ഇന്റർനെറ്റ് ആയിരുന്നു, ഇത് മോസ്കിറ്റോ നെറ്റാണ്. അപ്പം അതുപോലെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ കൂടെ പ്രോബ്ലം ഉണ്ട്. മനസ്സിൽ ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ പ്രോബ്ലങ്ങളൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകും. ഇതാര് തീരുമാനിക്കണം? ആ ഗോപികമാർക്ക് മനസ്സിലായി, കൃഷ്ണനോടടുത്താൽ പ്രോബ്ലം ഇല്ല, കൃഷ്ണനെ മറന്നാൽ പ്രോബ്ലങ്ങളാണ്. അപ്പൊ കുടുംബജീവിതം വെച്ചുകൊണ്ട് തന്നെ ആരോടടുത്തു? കൃഷ്ണനോട് അടുത്ത
ആ മനസ്സിൽ നാമത്തിന്റെ ലീലയാടിയവരാണ് ആര്? ഗോപികമാര്. അപ്പൊ നമുക്കതെല്ലാം കാപ്പിക്ക് ശേഷം ഇനി നോക്കാം. നമ്മളിനി കാപ്പി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.